ഇതാട്ടോ മെയിൻ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഇതാട്ടോ. നല്ലൊരു തമ്പനയിലും പിന്നെ ഏറ്റവും നല്ലൊരു ക്യാപ്ഷനും ഇടുക. ഹലോ, അപ്പൊ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഈസ് മീ അലീനാലു. അപ്പൊ എന്നോട് കുറച്ച് ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട്, ചേച്ചി യൂട്യൂബ് എങ്ങനെയാ, ഈ യൂട്യൂബില് എപ്പോ തൊട്ടാ പൈസ കിട്ടണേ, യൂട്യൂബില് എങ്ങനെയാണൊന്ന് ഫേമസ് ആവണേ, ഈ യൂട്യൂബിന്റെ പ്രോസസ് എങ്ങനെ ഈ ചാനലൊക്കെ മോണിറ്റൈസ് ആവുന്നതെന്നൊക്കെ ഒത്തിരി ആൾക്കാർ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടി എന്ന് വെച്ചാൽ ന്യൂ ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എനിക്ക് അറിയാവുന്ന ആൾക്കാർ വീഡിയോ കാണേണ്ടതില്ല, കാരണം ചെറിയ ചെറിയ ഇൻഫോർമേഷൻസ് ആണ്. ഇതറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ്, ജസ്റ്റ് ബിഗിനേഴ്സിന് മാത്രമായിട്ടാണ് ഞാൻ ഇത് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ആദ്യം തന്നെ ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബിഗിനറായ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒരു യൂട്യൂബ് ഈ കണ്ടോണ്ടിരിക്കുന്ന ആർക്കെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കണ്ടിന്യൂസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുക. അതാണ് ഒരു ഫസ്റ്റ് യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹമുള്ള ഒരാള് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുക എന്നാണ്. അത് ഫസ്റ്റ് മെത്തേഡാണ്. അത് കഴിഞ്ഞ് വേറെ ഒരു മെത്തേഡും വേറെ ഒന്നും അതിനകത്ത് പറ്റത്തില്ല കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് അതാണ്. 1-2 ഇയർ കൊണ്ട് നമുക്ക് അത്യാവശ്യം നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ എവിടെയെങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റും. എല്ലാ ദിവസവും ഒരു വീഡിയോ വെച്ചെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ നമുക്ക് എവിടെയെങ്കിലും എത്തിക്കാൻ പറ്റും. ഓക്കെ, ഒരു ന്യൂ ബിഗിനർ ഫസ്റ്റ് തുടക്കത്തിലേ എല്ലാ ദിവസവും ഓരോ വീഡിയോ വെച്ച് ഇടുക. അത് കഴിഞ്ഞ് ജസ്റ്റ് നമ്മുടെ അക്കൗണ്ട് എല്ലാരും ഒന്ന് അറിഞ്ഞു, എല്ലാരും ഒന്ന് നമ്മുടെ വീഡിയോസ് അറിഞ്ഞു തുടങ്ങി, അത്യാവശ്യം നമ്മുടെ വീഡിയോസ് നല്ല ലൈക്ക് ഒക്കെ കിട്ടി തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഒരാഴ്ച ഒരു 2-3 വീഡിയോ അങ്ങനെ മാത്രം ഇട്ടാൽ മതി. പക്ഷെ നമ്മൾ ഒരു ബിഗിനറായിട്ട് തുടങ്ങുമ്പോ എപ്പോഴും എല്ലാ ദിവസവും വീഡിയോ കോൺസ്റ്റന്റ് ആയിട്ട് ഇടണം, അല്ലെങ്കിൽ പറ്റത്തില്ല. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എന്നും ഇടുക. അത് ആ ഒരു മാർഗമാണ് എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നാന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു തമ്പനയിലും പിന്നെ ഏറ്റവും നല്ലൊരു ക്യാപ്ഷനും ഇടുക എന്നാണ്. കാരണം നമ്മൾ ഒരു വീഡിയോ കാണണമെങ്കിൽ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബിൽ കയറി കാണാൻ വേണ്ടി നോക്കുമ്പോൾ ആദ്യം നമ്മൾ അതിന്റെ ക്യാപ്ഷൻ വായിക്കില്ലേ, എന്താ നമ്മള് ബാക്കിയുള്ളവരെ അട്രാക്ട് ആക്കുന്ന രീതിയിലുള്ള ക്യാപ്ഷൻസ് ചൂസ് ചെയ്യുക, ഇടുക കേട്ടോ. അതാണ് ഒരു വീഡിയോ ഫേമസ് ആവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. ക്യാപ്ഷൻസ് അടിപൊളിയായിട്ട് ഇടുക കേട്ടോ. ഗൈസ്, എല്ലാരും പറയും കോൺസ്റ്റന്റ് ആയിട്ട് ഒരു ടൈമിൽ ഇടുക, എന്നാലാണ് നിങ്ങൾക്ക് വൈറൽ ആവാൻ പറ്റുള്ളൂ. അല്ല, കാരണം ഞാൻ വേണമെങ്കിൽ പ്രൂഫ് തരാം. കാരണം നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ നമുക്ക് ഇടാം. അങ്ങനെ ഒരു ടൈമില് അങ്ങനെയൊന്നുമില്ല. ഏതെങ്കിലും എല്ലാ ദിവസവും ഈ ഒരു ടൈമിൽ മാത്രം ഇട്ടാലേ ഫേമസ് ആവുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ഒരു ടൈമിൽ ഇട്ടാലേ വൈറൽ ആവുള്ളൂ എന്നൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള ടൈമിൽ ഇടാം. അതിലൊന്നും ടൈം ലിമിറ്റേ ഇല്ല കേട്ടോ. ടൈമിന്റെ കാര്യത്തിൽ ഇതിനകത്ത് ഇവിടെ ഒന്നുമില്ല ടൈം. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും പക്ഷെ വീഡിയോ ഇടണം. പക്ഷെ ടൈം ഏതാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ചോയ്സ് ആണത്. നാലാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കുക. എന്ത് കാര്യം ഇപ്പൊ ഒരു പുതിയ സോങ് വന്നു എന്ന് വിചാരിക്കുക, ഇറങ്ങിയെന്ന് വിചാരിക്കുക, നമ്മൾ ഭയങ്കര അപ്ഡേറ്റ് ആയിട്ട് ഈ സോങ് പിന്നെ ചെയ്യാം, അങ്ങനെ ആയിരിക്കണം. പുതിയ ട്രെൻഡിങ് എന്ന് വെച്ചാൽ പഴയതായിട്ട് പോകാതെ പുതിയ സോങ്സ് വന്നെങ്കിൽ ആ സോങ്സ് വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ പുതിയ അപ്ഡേറ്റുകൾ ട്രൈ ചെയ്യുക. അതാണ് 5ാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ എല്ലാരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആട്ടോ. കാരണം ഞാനായാലും പണ്ട് തൊട്ടേ ഇപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു 10-100 പ്രാവശ്യം എടുത്ത് നോക്കാതെ എന്നെ കൊണ്ട് പറ്റത്തില്ല. പക്ഷെ അങ്ങനെ ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വ്യൂസിന്റെ എണ്ണം കുറയുന്നതായിട്ട് ആൾക്കാർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കണ്ട ഒരു ഇൻഫോർമേഷൻ ആട്ടോ. കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം ഇപ്പൊ അത് എവിടെയാണെങ്കിലും യൂട്യൂബിൽ നമ്മൾ ഒരു കാര്യം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെയും കണ്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനൊരു യൂസും ഇല്ല. അന്നേരം വ്യൂസ് പിന്നെയും ലോ ആയിട്ട് കുറയുകയാട്ടോ ചെയ്യും. അതുകൊണ്ട് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളെല്ലാം ബാക്ക് അടിച്ച് എല്ലാം വേണമെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഫോൺ വെക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ പിന്നെയും ഇത് എടുത്ത് കാണുക, അന്നേരം കണ്ടു കഴിയുമ്പോൾ നമ്മുടെ വ്യൂസിന്റെ എണ്ണം കുറയുക കേട്ടോ ചെയ്യുന്നേ. 6ാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ വീഡിയോയിൽ മിസ്റ്റേക്ക് ചെയ്യുക. അന്ന് വെച്ചാൽ മനസ്സിലായില്ല അല്ലേ, പറഞ്ഞുതരാം.
അന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു എന്ന് വിചാരിക്കുക, അതിനകത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് നമ്മൾ പറയുവോ എന്തെങ്കിലും പറഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പൊ അത് കാണുന്ന പ്രേക്ഷകർ വിചാരിക്കും ഇതെന്ത് പറയണേ, ഇതെന്ത് തെറ്റി പറയണേന്ന് പറഞ്ഞിട്ട് അവര് കമന്റ് ബോക്സിൽ ഇത് രേഖപ്പെടുത്തും. കാരണം നമ്മുടെ മലയാളികൾക്കായാലും ആൾക്കാർക്കായാലും ബാക്കിയുള്ളവരുടെ തെറ്റുകളല്ലേ കണ്ടെത്താനും അത് തിരുത്താനും ഉള്ള ആ ഒരു ഇഷ്ടം ബാക്കിയുള്ളവർക്ക് മനുഷ്യന്മാർക്ക് പണ്ട് മുതലേ ഉള്ളതാലോ. സോ അവര് അത് തിരുത്താൻ വേണ്ടി കമന്റ് ബോക്സിൽ വരും. അപ്പൊ കുറെ ആൾക്കാർ പിന്നെ അത് ഷെയർ ആയി, പിന്നെ അത് കമന്റ് വന്ന് അത് ഭയങ്കര വൈറലാവും. സോ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് പിന്നെയുള്ള ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകരുത് കേട്ടോ. ഇനി ഞാൻ പറയാൻ പോണ കാര്യം, നമ്മൾ ഷോർട്സ് ഇട്ടാലും വീഡിയോസ് ഇട്ടാലും ഒരു സംഭവം ഉണ്ട്, ആ സംഭവത്തിലാണ് ക്ലിക്ക് ആവുന്നത്. എന്താന്ന് പറയാം, കണ്ട യൂട്യൂബ് ബാക്കപ്പ് ഷോർട്സ്. അപ്പോ ഇതെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞു തരാട്ടോ. ഇതാട്ടോ മെയിൻ നിങ്ങൾക്ക് അറിയേണ്ട ഒരു കാര്യം ഇതാട്ടോ. എന്താന്ന് ഇപ്പൊ പറഞ്ഞു തരാട്ടോ. അതെന്നാന്ന് വെച്ചാൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യും, വീഡിയോ ആയാലും ഷോർട്സ് ആയാലും അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടില്ലേ, ഈ ഒരു 2 ദിവസം വീഡിയോക്ക് റേഞ്ച് കൂടും എന്ന് വെച്ചാൽ വീഡിയോസിന് വ്യൂസ് ഒക്കെ കൂടും. പക്ഷെ അത് കഴിഞ്ഞിട്ട് വ്യൂസും ഇല്ല, ലൈക്കും ഇല്ല, കമന്റും ഇല്ല, ഒന്നുമില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതെന്താന്ന് ഞാൻ പറയാം. ഈ യൂട്യൂബുകാർ തന്നെ കുറച്ച് കഴിയുമ്പോ അത് സ്റ്റോപ്പ് ചെയ്ത് കളയണേ. അതിനൊരു വേറൊരു മാർഗം പറഞ്ഞിട്ട് അതാണ് ഈ സംഭവം. ഈ ഒരു ഇത് നമ്മൾ ഗൂഗിളിൽ കയറി ഇത് യൂട്യൂബ് ബാക്കപ്പ് ഷോർട്സ് അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് അതിനകത്ത് ഒരു ലിങ്ക് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു ബോക്സ് ഉണ്ടാവും. അതിനകത്ത് നമ്മുടെ ഏത് വീഡിയോന്റെ വ്യൂസ് ആണ് കുറയണമെന്ന് നമുക്ക് തോന്നണ വീഡിയോസിന്റെ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അന്നേരം ആ വീഡിയോസിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ട് യൂട്യൂബർക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അത് സത്യം പറയാലോ പിന്നെ അത് റീച്ച് ആവണം വഴി അറിയത്തില്ല ഗൈസ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും എന്താ ചേച്ചി എനിക്ക് വ്യൂസും കേറാത്ത, ലൈക്കും കേറാത്ത, കമന്റും കേറാത്ത, ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ മക്കളെ. ഭാഗ്യം പോലെ ഇരിക്കും നമ്മുടെയൊക്കെ. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചിലപ്പോ മക്കളെ നമ്മുടെ തലയിൽ അത് വിധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയായിരിക്കും അങ്ങനെ വിചാരിക്കും. നമുക്ക് വിധിച്ച കാര്യങ്ങളൊക്കെ നമുക്കത് വേണമെന്ന് എന്താ പറയാ, നമുക്ക് വിധിച്ചേക്കുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വരും എന്ന് കേട്ടിട്ടില്ല. അത് തന്നെയാണ് ഇപ്പൊ എന്തൊക്കെ ചെയ്താലും ചിലവർ കണ്ടിട്ടില്ല ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ വീഡിയോസ് എടുക്കുന്നതായിരിക്കും, ചുമ്മാ അവരുടെ സന്തോഷത്തിന് വീഡിയോസ് എടുക്കും. പക്ഷെ അതിന് ഒത്തിരി ലൈക്ക് 1 മില്യൺ ഒക്കെ ഞാൻ കണ്ണുള്ളിൽ പോയി അങ്ങനെയൊക്കെ ഇരിക്കേണ്ട അവസ്ഥ വരും. അപ്പൊ അതൊക്കെ എന്നാന്ന് വെച്ചാൽ ചിലവരുടെ ഭാഗ്യം. ചിലവർക്ക് വെക്കം തന്നെ 1 മില്യൺ ആവുന്ന ആൾക്കാരുണ്ട്. അതൊക്കെ ചിലവരുടെ ഭാഗ്യം. ചിലവർക്ക് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ചെയ്താലും ഇങ്ങനെ ഞാൻ ഇരിക്കണ പോലെ ഇരിക്കേണ്ട അവസ്ഥ വരും. അതൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യവും. അപ്പൊ ഇത്രയുള്ള ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ വന്നവരേക്കും ബൈ.